ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളി ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സുക്കിനി അഥവാ കുസ എന്ന ഒരു വെജിറ്റബിൾ കൊണ്ടാണ് കേട്ടോ. ഇത് അമേരിക്കയിലും ഇറ്റലിയിലുമൊക്കെ കാണുന്ന ഒരു വെജിറ്റബിളാണ്. നമ്മുടെ ഇവിടെയൊക്കെ റെയറായിട്ട് അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെ ഒരെണ്ണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് വെച്ചാണ് നമ്മൾ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി വേണമെങ്കിൽ കളയാം, പക്ഷേ ഈ തൊലിന് കട്ടയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിരണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അധികം വേവൊന്നുമില്ല കേട്ടോ. നമ്മൾ വെള്ളരിക്കയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വേവേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വെന്ത് വരട്ടെ. ഇതിൻ്റെ അരപ്പ് ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ അരയ്ക്കുമല്ലോ, അതുപോലെ ഒന്ന് അരച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് കട്ട തൈരും 1 ടീസ്പൂൺ കടലമാവുമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒഴിച്ചുകറി വെച്ചപ്പോൾ, വെണ്ടയ്ക്ക ഒഴിച്ചുകറി വെച്ചപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു തന്നെയാണ് ഇത് പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ തൈര് അടിക്കുന്ന സമയത്ത് തൈരിൻ്റെ കൂടെ 1 ടീസ്പൂൺ കടലമാവും കൂടെ ചേർത്താൽ മതിയെന്ന്. അങ്ങനെ ഞാൻ 1 ടീസ്പൂൺ കടലമാവും കൂടെ ചേർത്താണ് തൈര് അടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ തേങ്ങ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവായിട്ട് തോന്നി. അങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തിളച്ച് വരട്ടെ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. ആ ബ്രദർ പറഞ്ഞ ടിപ്പ് കൊള്ളാം കേട്ടോ. ഈ നല്ല പിരിഞ്ഞു പോകാതെ നല്ല പെട്ടെന്ന് തന്നെ നല്ല കുറുകിയ ഒരു ഒഴിച്ചുകറി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ തൈര് കൊണ്ടുള്ള ഒഴിച്ചുകറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിള വരണം. ഒരു ചെറിയ കുമ്പളകൾ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് ചെറിയ കുമ്പളകളൊന്ന് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഒഴിച്ചുകറിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് കടുകും മുളകും എല്ലാം കൂടെ താളിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.